ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു സാധനം അൺബോക്സ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനാണ് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. അതായത് നമ്മളൊരു കുടിക്കാറ്റ് സാധനം മേടിച്ചേക്കാണ്. എവിടുന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. എവിടുന്നാണ് മേടിച്ചെന്ന് അറിയും, ഓൺലൈനിൽ മേടിച്ചതാണ്. തപ്പി കിട്ടുന്നില്ല. ലാസ്റ്റ് നോക്കിയപ്പോൾ ഇതെങ്കിലും ഉണ്ടെന്ന് കരുതിയിട്ട് ഞാനിട്ട് കിട്ടി. ഞാനിത് മേടിച്ചു കേട്ടോ. ഞാൻ എത്ര രൂപ ഓഫറാണ് അങ്ങോട്ടാണെന്നുണ്ട്. ഓഫറിനാണ് ഞാൻ മേടിച്ചത്. ഫോണിരിക്കണില്ലേ? ഓക്കെ, ഇതാണ് സാധനം നമ്മുടെ. ഇതിന് എത്ര രൂപ? 210 രൂപയാണ് കേട്ടോ. 210 റുപ്പീസാണ് ഇതിന്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് റൂൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു കൊടുത്തിട്ട് വേണം ചെയ്യണം. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ക്ഷമയുള്ള വേഗം അൺബോക്സ് ചെയ്യാം. എന്താണ് സംഭവം? അത് ഇതിൻ്റെ കവറാണ് കേട്ടോ. ഇതിൻ്റെ കവറാണ്. നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ റൈറ്റിംഗ് പാഡ് എനിക്ക് കിട്ടിയല്ലോ. ഓ മൈ ഗോഡ്, എനിക്കിഷ്ടമായിട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും ഇത് അൺബോക്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആഹ്ലാദം ആകാനുണ്ടായിരുന്നു. നമ്മൾ പെണ്ണ് കണ്ടുപിടിച്ചെടുത്ത് ഇതാണ് നമ്മുടെ പെണ്ണ്. ബാക്കിൽ കൂടെ നോക്കി, ബാക്കിൽ ഇങ്ങനെ അമർത്താം. നോക്കി, ബാക്കിൽ കൂടെ ഞാനിങ്ങനെ പ്രസ് ചെയ്തപ്പോൾ കെട്ടിക്കാണാം എന്താ പാന. നമുക്കിത് റൈറ്റ് ചെയ്യാം. നമ്മൾ റൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പോയിട്ടോ. കണ്ട, അത് പോയി. നമ്മൾ വീണ്ടും റൈറ്റ് ചെയ്തു, വീണ്ടും ബട്ടൺ അമർത്തി, വീണ്ടും പോയി. ഇതിൻ്റെ ബാക്കിൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ട് ബാക്കിൽ. ഇത് നമ്മുടെ ലോക്ക് ബട്ടണാണ്. ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിട്ട് പൂവില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ലോക്ക് ഇട്ടു. ഞാൻ എഴുതിയിട്ടുണ്ട്. കണ്ടോ, പൂവില്ല. നമ്മൾ ആ ലോക്ക് നമുക്ക് എടുക്കാം. ലോക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞിട്ട് പോയി. പിന്നെ നമുക്ക് ഇത് മാത്രമല്ല, നഖം കണ്ട, ഈ നഖത്തോണ്ട് ഇങ്ങനെ എഴുതാം. അതിന് മാജിക്കാണ്. കണ്ട, മാജിക് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കൈ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിന് ഫിംഗർ പ്രിൻ്റ് പോലെ വരും. അത്രയുള്ള സംഭവം. പിന്നെ നമുക്ക് ഇത്തിരി ഇത് കുളത്തിടാനുള്ള ഹുക്കൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഈ പെൻ എവിടെ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് വെക്കേണ്ടത് പെൻ. ഇതിൻ്റെ പേര് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഇതിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ LCD റൈറ്റിംഗ് ടാബ്ലറ്റ് ആണ്. LCD റൈറ്റിംഗ് ടാബ്ലറ്റ് ആണ് ഇതിൻ്റെ പേര്. കുറച്ച് ഇത് തന്നിട്ടുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല ഇപ്പോൾ. വേറൊന്നുമില്ല. കണ്ട, ഇത്രയുള്ള നമ്മുടെ സംഭവങ്ങൾ. ഇതിൻ്റെ കവർ ഇതൊക്കെയുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.